ശ്രീഗുരുഭ്യോ നമ. ഹരി ഓം. പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. നമസ്കാരം എല്ലാവർക്കും. നമ്മൾ ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ആദ്യത്തെ ശ്ലോകം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാ ചൈവ കിമകുർവത സഞ്ജയ. നമ്മളത് ഭഗവത്ഗീതയിൽ ആ ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട ചില പദങ്ങളുമായി പരിചയപ്പെടുകയുണ്ടായി. ധൃതരാഷ്ട്ര ഉവാച എന്ന് പറഞ്ഞാണ് തുടങ്ങുക. അപ്പോൾ ധൃതരാഷ്ട്രൻ സംസ്കൃതത്തിലെ ധൃതരാഷ്ട്രൻ അല്ലെങ്കിൽ ധൃതരാഷ്ട്ര മഹാരാജാവോ. അപ്പൊ ധൃതരാഷ്ട്ര പദത്തെ തന്നെ, അതായത് രാജ്യത്തെ സംരക്ഷിക്കാൻ അധികാരമുള്ളവർ, രാജ്യത്തെ പരിപാലിക്കാൻ അധികാരി എന്ന അർത്ഥത്തിലാണ് ധൃതരാഷ്ട്ര എന്ന ധൃതം. രാക്ഷസിനെ ധരിക്കാൻ അധികാരമുള്ള ആള് എന്നുള്ള അർത്ഥത്തിലാണ് ധൃതരാഷ്ട്ര എന്നുള്ള പേര് പോലും. എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ നമുക്ക് വ്യക്തമാകുന്നു. അദ്ദേഹം സഞ്ജയനോട് ചോദിക്കുന്നു, ഹേ സഞ്ജയ, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ സമവേദ യുത്സവ, ഒന്നിച്ചുകൂടി യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് ഒന്നിച്ചുകൂടിയിരിക്കുന്ന മാമകാഹ പാണ്ഡവ, എന്റെ ആൾക്കാരും പാണ്ഡുവിന്റെ ആൾക്കാരും എന്ത് ചെയ്യുന്നു? കിം അകുർവത ഹേ സഞ്ജയ. അപ്പൊ അവിടെ ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്തിനാണ് അദ്ദേഹം അങ്ങനെ തുടങ്ങിയത്? അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്പം ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ അധാർമ്മിയായ എൻ്റെ മകൻ പോയി യുദ്ധം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. എന്നാൽ അദ്ദേഹം അധാർമ്മിയായ ഒരു മകനാണ് എനിക്ക് ഉള്ളതെങ്കിലും പുത്രസ്നേഹം കൊണ്ട് എനിക്ക് പുത്രനെ അനുവദിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഭാഗങ്ങൾ നമ്മൾ കണ്ടു. പിന്നെ മറ്റൊരു മൂന്നാമത്തെ വരിയിൽ മാമകാഹ പാണ്ഡവാഹ, എൻ്റെ ആൾക്കാരും പാണ്ഡുവിന്റെ ആൾക്കാരും, അവിടെയും ഭിന്നം. എപ്പോഴും നമ്മൾ എൻ്റെതും നിൻ്റെതും ഉണ്ടാകുമ്പോൾ എപ്പോഴും യുദ്ധം തന്നെ, മത്സരം തന്നെ, അല്ലെങ്കിൽ വിദ്വേഷം തന്നെ ഉണ്ടാകുന്നു. അപ്പൊ ഈ രീതിയിലുള്ള ചിന്തനങ്ങളെ നമ്മൾ ചെയ്തു. എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ, തൻ്റെ സ്വന്തം മക്കളെ പോലെ കരുതണ്ട പാണ്ഡുവിന്റെ മക്കളുമായിട്ട് തൻ്റെ മക്കൾ യുദ്ധം ചെയ്യേണ്ടി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അന്ധനായിരുന്നു അദ്ദേഹമെങ്കിലും തൻ്റെ ഉള്ളും തൻ്റെ മനസ്സും അടഞ്ഞ കണ്ണ്, പ്രകാശമില്ലാത്ത കണ്ണായിരുന്നു, അജ്ഞാനിയായിരുന്നു. എന്നാൽ അജ്ഞാനിയായിരുന്നോ എന്ന് ചോദിച്ചാൽ അതും നമ്മൾ വിചാരണ ചെയ്തു. അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നു, പക്ഷേ തൻ്റെ ജ്ഞാനമനുസരിച്ച്, തൻ്റെ അറിവനുസരിച്ച് പ്രവർത്തിക്കാൻ താൻ സാക്ഷാൽ വ്യാസമഹർഷിയുടെ മകൻ ധാരാളം ഉപദേശങ്ങൾ അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, യാജ്ഞവൽക്യ ഋഷിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, വിദൂരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സഞ്ജയൻ തന്നെ വളരെ നല്ല ഒരു ഭക്തനാണ് നമ്മളെ ഭഗവത്ഗീതയിൽ കാണും മുമ്പോട്ട് പോകുമ്പോൾ. എങ്കിൽ പോലും അദ്ദേഹത്തിന് ധാർമ്മികമായി പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ അടുത്ത ശ്ലോകം എന്തായിരുന്നു? അടുത്ത ശ്ലോകം സഞ്ജയൻ പറയുന്നു, ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുന്നു, ദൃഷ്ട്വാതു പാണ്ഡവാനീകം
വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അപ്പോൾ ഇത് നമ്മൾ പദച്ഛേദം ചെയ്ത് പഠിച്ചതാണ്. രാജ എന്ന് പറഞ്ഞ ദുര്യോധനെ ഉദ്ദേശിച്ച് പറയുന്നു. രാജാവ് വചനം അബ്രവീത്, ഇതുപോലെ ഈ വചനങ്ങൾ പറഞ്ഞു. എന്ത് വചനങ്ങൾ പറഞ്ഞു? പറഞ്ഞു എന്തിന് ശേഷമാണ് പറഞ്ഞത്? ദൃഷ്ടുവ, കണ്ട ശേഷം. ആരെ കണ്ട ശേഷം? ദൃഷ്ടുവ, അത് പാണ്ഡവ ആനീകം, പാണ്ഡവന്മാരുടെ അല്ലെങ്കിൽ പാണ്ഡവരുടെ യുദ്ധ സംവിധാനം, അവരുടെ സൈന്യത്തെ കണ്ടുകൊണ്ട്, അവരുടെ സൈന്യത്തെ ആനീകം വ്യൂഢം, പാണ്ഡവ ആനീകം വ്യൂഢം കണ്ടുകൊണ്ട് അവരുടെ സൈന്യത്തിന്റെ അറേഞ്ച് ചെയ്തിരിക്കുന്ന വ്യൂഢം, ഏത് രീതിയിലുള്ള സംവിധാനമാണ് അവർ യുദ്ധം ചെയ്യാൻ അടങ്ങിയിരിക്കുന്നത്, അത് കണ്ടുകൊണ്ട് ദ്രോണാചാര്യരായ ആചാര്യന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ വിചാരണം ചെയ്തു, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ദ്രോണാചാര്യരോട് ചെന്ന് ഇത് പറയേണ്ട ആവശ്യം ദ്രോണാചാര്യർക്ക് അറിയാമല്ലോ. അപ്പം നമ്മൾ വിചാരണം ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിനുള്ളിൽ ഒരു ഭീതി ഉണ്ടായിരുന്നിരിക്കും തീർച്ചയായിട്ടും. എൻ്റെ ദുര്യോധന്റെ സൈഡിൽ സൈന്യം അധികം ഉണ്ടായിരുന്നു, ശക്തന്മാരായിട്ടുള്ള യോദ്ധാക്കളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പാണ്ഡവരുടെ ശക്തി അധികമാണ്. അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കുക. അതുപോലെ അദ്ദേഹത്തിന് അല്പം ആശങ്ക ഉണ്ടായിരുന്നിരിക്കാം. അർജുനൻ തൻ്റെ പ്രിയ ശിഷ്യനാണ് ദ്രോണാചാര്യരുടെ. അപ്പോൾ അർജുനനോട് അല്പം അനുകമ്പ കാണിക്കുമോ എന്നൊരു സംശയം കൂടി ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാം. അതുപോലെ അടുത്ത പദ്യത്തിലൊക്കെ അത് അല്പം കൂടെ വ്യക്തമാവുമെന്ന് വിചാരിക്കാം. അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോകാം. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമും വ്യൂഢാൻ ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. പറയാണ്, ഹേ ആചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ മഹതീം ചമും വ്യൂഢാം പശ്യതാം. അതായത് ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നാൽ തയ്യാറാക്കിയ ആ യുദ്ധക്കളം അത്ര നോക്കുക അങ്ങ്. അപ്പോൾ ദൃഷ്ടദ്യുമ്നൻ തൻ്റെ ദ്രോണാചാര്യരുടെ ശിഷ്യനാണ്. അങ്ങയുടെ ശിഷ്യൻ തന്നെയാണ് അങ്ങയോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്, നോക്കുക. ഒരിക്കലും ദൃഷ്ടദ്യുമ്നനോട് ഒരു അനുകമ്പ കാണിക്കരുത് എന്നൊരു ലക്ഷ്യാർത്ഥം അതിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിരിക്കുന്നു. ഏതായാലും പറയുകയാണെങ്കിൽ നോക്ക് ഈ പാണ്ഡവർ ദൃഷ്ടദ്യുമ്നാണെന്ന് ആദ്യം നേതാവായി, പാണ്ഡവ സൈന്യത്തിന്റെ നേതാവായിരിക്കുന്നത് അദ്ദേഹമാണ്. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ നോക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുക. അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ. അടുത്ത മൂന്ന് ശ്ലോകങ്ങൾ നമുക്ക് ഒന്നിച്ച് നോക്കിയാൽ, നമ്മളൊന്ന് വിചാരണം ചെയ്തതാണ്, പക്ഷെ നമ്മൾ ഒന്നിച്ച് നോക്കിയാൽ നമുക്ക് എളുപ്പമാണ്. അത് അധികമൊന്നുമില്ല. അതായത് ഓരോരുത്തരുടെയും പേര് പറയുകയാണ്, ആരൊക്കെ ഉണ്ട്, ആ പേരിനെയൊക്കെ നമുക്ക് അല്പം വിശകലനം ചെയ്ത് എന്താണ് ഇങ്ങനെ പേര് കിട്ടത് എന്നൊക്കെ നമുക്ക് വിചാരണം ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മുടെ സമയം അവിടെ അതിനേക്കാൾ വിലപിടിപ്പുള്ള ചിന്തിക്കാനുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്നതുകൊണ്ട് നമുക്കതിലേക്ക് അല്പം കടക്കാതിരിക്കുക. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട പല ഭാഗങ്ങളും ഇനി വരുന്നുണ്ട്. അവിടെ നമ്മുടെ കൂടുതൽ നമ്മുടെ മനസ്സ് അവിടെ ഇരിക്കട്ടെ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മളെ പേരുകളെ മാത്രം ദർശിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുധാനോ വിരാടച്ച ദ്രുപദച്ച മഹാരഥ ദൃഷ്ടകേതുച്ചേകിതാനഃ കാശിരാജച്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജച്ച
ശൈബ്യച്ച നരപുംഗവഃ യുധാമന്യുച്ച വിക്രാന്തഃ ഉത്തമൗയാച്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാച്ച സർവ ഏവ മഹാരഥാഃ. ഓരോരുത്തരുടെയും മഹാരഥന്മാരുടെ ഓരോരുത്തരുടെയും പേര് പറയുന്നു. ആരൊക്കെയാന്ന് പറഞ്ഞാൽ അത്ര അത്ര എന്ന് പറഞ്ഞാൽ അവിടെ, അത്ര എത്ര കുത്ര ഇവയൊക്കെ എത്ര വരുമ്പോൾ നമ്മള് ഒരു ലൊക്കേഷനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്ര അവിടെ, അത്ര ശൂരാഹ. ആരാ ശൂരാഹ? ശൂരന്മാരായിട്ടുള്ളവര്. മഹേശ്വാസ. മഹേശ്വാസ എന്ന് പറഞ്ഞാല് വലിയ വില്ലാളികളായ യുദ്ധന്മാർ, യോദ്ധാക്കൾ അവിടെ ഉണ്ട്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി. യുധി എന്ന് പറഞ്ഞാൽ യുധി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ നടത്തും. യുദ്ധത്തിൽ ഭീമാർജുന സമായുധ. ഭീമ അർജുനന്മാർക്ക് തുല്യന്മാരായ. അപ്പൊ അവരെ പറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഭീമനെയും അർജുനെയും പറ്റി പറയേണ്ട ആവശ്യമില്ല. അവർ വളരെ ശക്തന്മാരാണല്ലോ. അതുപോലെ ധാരാളം യുധാനനും സാത്യകിയും അല്ലെങ്കിൽ യുധാനനും. പിന്നെ ആരുണ്ട്? വിരാടഹച്ച, വിരാട രാജാവ്. മഹാരഥനായ ദ്രുപദൻ. മഹാരഥനായ ദ്രുപദൻ. ദ്രുപദനെ വിശേഷിപ്പിക്കുന്നതാണ് മഹാരഥനാണ് അദ്ദേഹം. ദൃഷ്ടകേതു കൊണ്ട് അവിടെ ചേകിതാനനുണ്ട്. ദൃഷ്ടകേതു ചേകിതാനഃ വീര്യവാൻ. വീര്യവാൻ കാശിരാജഃ. വീര്യവാനായ കാശിരാജാവും. പുരുജിത് കുന്തിഭോജ. പുരുജിത്തും കുന്തിഭോജനും. നരപുംഗവ പുരുഷശ്രേഷ്ഠനായ ശൈബ്യനും. നരപുംഗവ ശൈബ്യ. നരപുംഗവനായ ശൈബ്യനും വിശേഷണമാണ്. നരപുംഗവ ശൈബ്യന്റെ വിശേഷണമായിട്ടാണ് നരപുംഗവ ശൈബ്യ. പുരുഷശ്രേഷ്ഠനായ നരപുംഗവൻ. വിക്രാന്ത പരാക്രമിയായ വിക്രാന്ത യുധാമന്യുച്ച. സംസ്കൃത പദത്തില് നമ്മൾ ഒരുപോലെ പേര് തോന്നും. ചിലപ്പം രണ്ട് പേരാണെന്ന് വിചാരിക്കും. പക്ഷെ അവിടെ രണ്ട് പേരുകളല്ല, ഒരു പേരിന്റെ വിശേഷണമായിട്ട് പ്രഥമ വിഭക്തി എന്ന് പറയും. ആ പ്രഥമ വിഭക്തിയിൽ പോലെ നമ്മൾ രാമൻ കൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പ്രഥമ വിഭക്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ രണ്ട് പേര് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, എന്താണെന്നത് വിശേഷണമാണോ, ഒരാളെ പറ്റിയാണോ, അതോ രണ്ടുപേരെ പറ്റിയാണ്. വിക്രാന്ത യുധാമന്യു, പരാക്രമിയായ യുധാമന്യു. വീര്യവാൻ ഉത്തമൗജസ. വീര്യവാനായ ഉത്തമൗജസ് എന്നർത്ഥം. അപ്പൊ വീര്യവാൻ എന്ന് പറയുന്നത് പ്രത്യേക ഒരു യോദ്ധാവല്ല. വീര്യവാനായ ഉത്തമൗജസ. സൗഭദ്ര. നമുക്കറിയാം സൗഭദ്ര എന്ന് പറഞ്ഞാല് സുഭദ്രയുടെ പുത്രനെ സൗഭദ്ര, കുന്തിയുടെ പുത്രനെ കൗന്ദേയ എന്ന് പറയുന്നു. വസുദേവരുടെ പുത്രനെ വാസുദേവ. ഭഗവാൻ ശ്രീകൃഷ്ണനെ വാസുദേവൻ നമ്മൾ വിളിക്കും, നമ്മൾ ഉച്ചാരണം ചെയ്യും. എന്തുകൊണ്ട്? വസുദേവരുടെ പുത്രനായതുകൊണ്ട്. അതുപോലെ പറയുന്നു സൗഭദ്രനും സുഭദ്രയുടെ പുത്രനും ദ്രൗപദേയന്മാരും. ദ്രൗപദിക്ക് വേറെ 5 പുത്രന്മാരുണ്ട്. 5 പുത്രന്മാരുണ്ട്. ആ 5 ഓരോരുത്തരുടെ 5 പുത്രന്മാരെയും പറയുന്നു. സർവേ മഹാരഥ. സർവേ എന്ന് പറഞ്ഞാൽ എല്ലാവരും വലിയ വലിയ മഹാരഥന്മാരാണ് എന്ന് അദ്ദേഹത്തോടെ ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു പദ്യം കൂടെ നമുക്ക്, 1-2 പദ്യം കൂടെ നമുക്ക് നോക്കാം. എത്രമാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അറിയില്ല. ഏതായാലും 1-2 പദ്യം കൂടെ നമുക്ക് നോക്കാം. ഇത്രയും പാണ്ഡവരുടെ സൈന്യത്തെ പരിചയപ്പെടുത്തി. ആരൊക്കെയുണ്ട്? അവരൊക്കെ വലിയ മഹാരഥന്മാരാണ്. അർജുനനും ഭീമനും പോലെ തന്നെ മഹാരഥന്മാരാണ് അവര് എന്ന് സൂചിപ്പിക്കുന്നു. അതിനുശേഷം പറയുന്നു അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ. ഗുരുവിന് പറയാണ് നമ്മുടെ ഭാഗത്ത് ആരൊക്കെ ഉണ്ട്. നമ്മുടെ ഭാഗത്തും വിശിഷ്ടന്മാരായ ധാരാളം പേരുണ്ട് കേട്ടോ. അതാണ് പറയുന്നത്. അസ്മാകം വിശിഷ്ടായേ താൻ നിബോധ ദിജോത്തമാം
നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ബ്രവീമി എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എന്നർത്ഥം. ബ്രവീമി ബോധിപ്പിക്കാൻ, ഞാൻ പറഞ്ഞു തരാം എന്നർത്ഥം. എന്ത് പറഞ്ഞു തരാം? എന്ത് ബ്രവീമി? ഞാൻ പറയുന്ന എന്ത് പറയാം? അസ്മാകം എന്ത് വിശിഷ്ടായ. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശിഷ്ടന്മാരായ വിശിഷ്ടായ ഏ വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. അവരെ പറ്റി ഹേ ദ്വിജോത്തമ, ഏ ബ്രാഹ്മണ ശ്രേഷ്ഠ. ദ്വിജോത്തമ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ ശ്രേഷ്ഠ. ദ്വിജന്മാർ ഉത്തമനായ. ദ്വിജൻ എന്ന് പറഞ്ഞ ആരാണ്? അവനെ 2 പ്രാവശ്യം ജനിച്ചവരെന്നൊക്കെ അർത്ഥം. ഏതായാലും ബ്രാഹ്മണൻ ഉള്ള അർത്ഥം നമുക്ക് ദ്വിജോത്തമ, ദ്വിജന്മാരിൽ ശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിൽ. അസ്മാകം തു വിശിഷ്ടായി താൻ നിബോധ ദ്വിജോത്തമ. ഹേ ദ്വിജോത്തമ, അസ്മാകം തു നമ്മുടെ വിശിഷ്ടന്മാരായ എന്റെ സൈന്യത്തെ, ഇന്നത്തെ നേതാക്കന്മാരെ ഏവരുണ്ട് പറയാ, ഓരോരുത്തരും ആരെല്ലാം ഉണ്ട് എന്റെ സൈന്യത്തിൽ. അസ്മാകം തു അസ്മാകം തു വിശിഷ്ടായി, നമ്മുടെ സൈന്യത്തിൽ. അസ്മാകം എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥം. അത് ഞാൻ അങ്ങയോടെ പറയാം. എന്ത് പറയുന്നു? ഭവാൻ ആരൊക്കെയുണ്ട്? നമ്മുടെ സൈന്യത്തിലാളുണ്ട്, ഭവാനുണ്ട്, അങ്ങുണ്ട് എന്ന് പറഞ്ഞാല് ആചാര്യനുണ്ട്. പിന്നെ ആരുണ്ട്? പ്രധാനപ്പെട്ടത് ഭീഷ്മച്ച ഭവാൻ ഭീഷ്മച്ച കർണച്ച കൃപച്ച സമിതിം ജയ അശ്വത്ഥാമ വികർണച്ച സൗമദത്തൈവ ച അന്യേ ബഹവഃ ശൂരാഃ മദത്തേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. ഓരോരുത്തരുടെ പേരുകളാണ് അല്ലേ? നമുക്ക് പേരുകളെല്ലാം സുപരിചിതമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ താത്വികമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഓരോരുത്തരുടെ പേര് പറഞ്ഞു കൊടുക്കുന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ വിചാരണ ചെയ്ത്. ഇപ്പൊ നമ്മൾ ആരൊക്കെ ഉണ്ട്, ആരെന്ത് ബോധിപ്പിക്കുന്നു എന്ന് മാത്രം നമ്മൾ ഗ്രഹിച്ചാൽ മതി. ഭവാനുണ്ട്. ആരാണ് ഭവാൻ? ആചാര്യനായ അങ്ങുണ്ട്. പിന്നെ ആരുണ്ട്? ഭീഷ്മരുണ്ട്. പിന്നെ ആരുണ്ട്? ഭവാൻ ഭീഷ്മച്ച. അവിടെ തന്നെ നമുക്കൊരു സംശയം, ഇങ്ങനെയൊക്കെ എന്തിനാ പറയുന്നത്? തന്റെ പിതാമഹൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരായോ? പക്ഷെ ആ സമയത്ത് ദുര്യോധനന്റെ മനസ്സിൽ എന്താണ് പോയിരിക്കുന്നത് എന്നറിയില്ല അല്ലേ? ഏത് രീതിയിലുള്ള ഭ്രമമാണ്, ഏത് രീതിയിലുള്ള കാമക്രോധ ലോഭ മോഹാദികളാണ് അദ്ദേഹത്തിനുള്ളത്. അധാർമികമായ ചിന്തനങ്ങളുള്ളപ്പോൾ മനസ്സിൽ എന്തെല്ലാം വരിക അറിയില്ല. ഏതായാലും അങ്ങുണ്ട്. ഭീഷ്മഹച്ച കർണഹച്ച, കർണനുണ്ട്. പിന്നാറുണ്ട് കൃപഹ സമിതിഞ്ജയ. അശ്വത്ഥാമ, അതിലത് വിശേഷണ പദമാണ്. അശ്വത്ഥാമാവുണ്ട്. ഇങ്ങനത്തെ അശ്വത്ഥാമാവാണ് യുദ്ധവിജയിയായ സമിതിഞ്ജയ. സമിതിഞ്ജയ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ വിജയിക്കുന്നതെന്നർത്ഥം. യുദ്ധത്തിൽ വിജയിയായ അശ്വത്ഥാമാവുണ്ട് എന്നർത്ഥം. അങ്ങനെ പിന്നാരുണ്ട്? യുദ്ധവിജയായ അശ്വത്ഥാമാവുണ്ട്. വികർണനുണ്ട്. സൗമദത്തിയുണ്ട്. തഥാ അതുപോലെ അപ്രകാരം തന്നെ മദർത്ഥേ. ഇവരെല്ലാം ഉണ്ട്. പക്ഷെ അവർ മാത്രമൊന്നും അല്ല കേട്ടോ. മദർത്ഥ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ട്. മദർത്ഥേ എനിക്ക് വേണ്ടിയിട്ട് ജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് യുദ്ധത്തിൽ മരിച്ചാലും ഞാൻ എന്റെ രാജാവിനെ ദുര്യോധനെ ഞാൻ സഹായിക്കും. ദുര്യോധനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ള മദർത്ഥേ ജീവിതത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, യാതൊരു പേടിയുമില്ലാതെ ധൈര്യത്തോടുകൂടി നാനാശസ്ത്രപ്രഹരണാഹ. അവരെങ്ങനെ വന്നിരിക്കുന്നത്? പലതരം ആയുധങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ധാരാളം ആയുധങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. പിന്നാര അന്യേജ ബഹവശൂര. അതുപോലെ ധാരാളം ബഹവശൂര, ധാരാളം ശൂരന്മാര് എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ സൈന്യത്തിൽ. എത്ര വളരെ യുദ്ധത്തിൽ സമർത്ഥന്മാരാണ്. ഇങ്ങനെ ദുര്യോധനൻ 2 സൈഡിലുമുള്ള യോദ്ധാക്കളെ പരിചയപ്പെടുത്തുന്നു. അതോടുകൂടി നമുക്ക് ഇന്നത്തെ നിർത്താം. നാളെ നമുക്ക് ബാക്കി ഭാഗം വിചാരണ ചെയ്യാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.